കേരള രാഷ്ട്രീയത്തിലെ ഭരണപ്രതിപക്ഷ പോര് പുതിയൊരു യുദ്ധഭൂമിയിലേക്ക് മാറിയിരിക്കുകയാണ്. വികസന നേട്ടങ്ങളെക്കുറിച്ച് അവകാശവാദങ്ങളും ദുരന്തബാധിതർക്കായുള്ള ഫണ്ട് വിനിയോഗത്തിലെ ആരോപണങ്ങളും ചേർന്ന അന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു. മാതൃഭൂമിയിൽ എഴുതിയ മരിച്ചവരെ പോക്കറ്റടിച്ചില്ലേ നിങ്ങൾ എന്ന ലേഖനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും യു.ഡി.എഫിനുമെതിരെ തൊടുത്തുവിട്ടത് വെറുമൊരു വിമർശനമല്ല, മറിച്ച് രാഷ്ട്രീയമായ ഒരു കടന്നാക്രമണമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരുകൾ പുത്തരിയല്ല. എന്നാൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പുതിയ കടന്നാക്രമണം കേരള മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. മരിച്ചവരുടെ പോക്കറ്റിൽ നിന്നും പണം തട്ടുന്നവർ എന്ന വിശേഷണം കോൺഗ്രസുകാർക്ക് വീടരുതെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയത് ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. വികസന നേട്ടങ്ങൾ ചർച്ചയാക്കുന്നതിനൊപ്പം പ്രതിപക്ഷത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം നിർവഹിച്ചത്. മുഖ്യമന്ത്രിയുടെ ലേഖനത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ഭാഗം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച പണത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ദുരന്തം നടന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹായസ്ഥവുമായി എത്തിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം നിലയിൽ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി ഇതിനായി വലിയ തോതിൽ പണം സമാഹരിച്ചതായി വാർത്തകൾ വന്നിരുന്നു. 5 ദിവസം മുൻപ് താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാത്ത പ്രതിപക്ഷ നേതാവിന്റെ ശൈലിയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ആ പണം ഏത് ബാങ്കിലുണ്ടെന്ന ചോദ്യത്തിന് മറുപടി നൽകാത്തതിലൂടെ കോൺഗ്രസ് മൃതദേഹങ്ങളിൽ നിന്നും പണം മോഷ്ടിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണത്തിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്നത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെന്നും അതിന്റെ പണി തുടങ്ങിയെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് മുഖ്യമന്ത്രി ആധികാരികമായി വ്യക്തമാക്കുന്നു. മേപ്പടി പഞ്ചായത്ത് ഭരിക്കുന്നത് യു.ഡി.എഫ് ആണെങ്കിലും അവിടെ വീട് വെക്കുന്നതിനായി കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് പ്രകാരം അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നോവലുകളിലെ സാങ്കല്പിക സ്ഥലങ്ങളെ പോലെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങളെന്നും നിൽക്കുന്ന നിൽപ്പിന് നുണ പറഞ്ഞ് തടി തപ്പാനാണ് സതീശൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ പോലും അറിയാത്തവനാണോ പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം ഉയർത്തുന്നതിലൂടെ സതീശന്റെ ഭരണപരമായ അറിവിനെയും മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ്. വികസന കാര്യത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുത്തത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. സാധാരണഗതിയിൽ ഒരു പൊതുവേദിയിൽ നടക്കുന്ന സംവാദത്തിന് പകരം ഡിജിറ്റൽ ലോകത്തെ തന്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇന്നലെ രാവിലെ 9 മണി മുതൽ ആ സംവാദം ഫേസ്ബുക്കിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നിയമസഭയിൽ ലഭിച്ച അനേകം അവസരങ്ങൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇപ്പോൾ പുറത്ത് സംവാദം ആവശ്യപ്പെടുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നയപ്രഖ്യാപന പ്രസംഗത്തിലോ ബഡ്ജറ്റ് ചർച്ചയിലോ പങ്കെടുക്കാതെ സഭ വിട്ടുപോയവർക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അവകാശമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലും യു.ഡി.എഫിനെ പ്രതിരോധത്തിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. ഈ വിവാദത്തിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉള്ളതിനാൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് നടന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചു. സ്വർണം കട്ടവനും വാങ്ങിയവനും ഇടനിലക്കാരനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും യു.ഡി.എഫ് കൺവീനറും പത്തനംതിട്ട എം.പിയും ഒരേ ഫ്രെയിമിൽ വന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണെന്ന ആരോപണം കടുത്തതാണ്. എസ്.പി.ജി സുരക്ഷയുള്ള അത്തരമൊരു വസതിയിൽ ഇത്തരക്കാർ ഒത്തുകൂടിയത് എന്തിനാണെന്ന ചോദ്യം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. പത്തനംതിട്ടയിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെയും ഈ സംഭവവുമായി മുഖ്യമന്ത്രി ബന്ധിപ്പിച്ചു. സോണിയുടെ വീട്ടിൽ വന്ന കാര്യങ്ങൾ രാഹുലിന് അറിയാമെന്നും അതുകൊണ്ടാണ് അദ്ദേഹം നേതാക്കളെ നോക്കി പരിഹസിച്ചതെന്നും മുഖ്യമന്ത്രി കുറിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു മന്ത്രിക്കെതിരെ പോലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും വലിയൊരു നേട്ടമായി മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടുന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവരാതെയും ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടിയും പ്രതിപക്ഷം സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രൊഫഷണൽ ഏജൻസികളെ ഉപയോഗിച്ച് നുണകൾ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന പണിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങളെ തടയാൻ നുണപ്രചാരണങ്ങളിലൂടെ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ലേഖനം വെറും ഒരു രാഷ്ട്രീയ മറുപടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇടതുമുന്നണി സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളുടെ വ്യക്തമായ സൂചനയാണ്. വികസന നേട്ടങ്ങൾ നിരത്തുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവിനെ നുണയനെന്ന് മുദ്രകുത്താനും കോൺഗ്രസിനെ അഴിമതിയുടെ ഫണ്ട് വെട്ടിപ്പിന്റെയും നിഴലിൽ നിർത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പേരിൽ പിടിച്ചെടുത്ത പണം സംബന്ധിച്ച വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നതും ഉറപ്പാണ്. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് വി.ഡി. സതീശനും യു.ഡി.എഫും നൽകുന്ന മറുപടിയായിരിക്കും കേരള രാഷ്ട്രീയത്തിലെ അടുത്ത അധ്യായം തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ വികസന സംവാദങ്ങൾ ഡിജിറ്റൽ ലോകത്തും തെരുവിലും ഒരുപോലെ പടരുകയാണ്.